ഹായ് ഫ്രണ്ട്സ്, ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിട്ടുള്ളത് റവ കൊണ്ട് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു അടിപൊളി സ്പോഞ്ച് പോലത്തെ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ ഒരു മടിയുള്ള ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി റവ അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിതൊരു മിക്സി എടുത്തിട്ടുണ്ട്. മിക്സിയിലേക്ക് നമുക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം തരിയുള്ള റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തരി കുറഞ്ഞ റവയാണെങ്കിലും കുഴപ്പമില്ല, ഏത് റവ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഈ കപ്പിന് പകരം ഗ്ലാസ്സിൽ അളവെടുത്താലും മതി. അപ്പോൾ എല്ലാതും അതേ ഗ്ലാസ്സിൽ തന്നെ അളവെടുക്കുക. ഇപ്പോൾ 1 കപ്പ് റവ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് റവയും 1/2 ഗ്ലാസ് തൈരും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. പിന്നെ വെള്ളം കൂടി പോകണ്ട, നമ്മൾ അരച്ചതിന് ശേഷം വെള്ളം നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനോ ആണ്. ഇനോ ഇത് ഫ്രൂട്ട് സാൾട്ടാണ് കേട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നന്നായിട്ടിത് പതഞ്ഞ് വരുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി, കണ്ടോ. പിന്നെ നമ്മൾ ഇനം എടുത്തതിൽ ഒരല്പം ബാക്കിയുണ്ട്, ഒരു 1/4 സ്പൂണൊക്കെ ബാക്കി ഉണ്ടാവും കേട്ടോ. ഇത് ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നമ്മളൊരു 3/4 അടുത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കുറച്ച് ഇതിൽ ബാക്കിയുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇതേപോലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ചിട്ട് ഇത് നമുക്ക് ചുട്ടെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. അതിന് ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പിന്നെ അപ്പം നമുക്ക് ശരിയാക്കി കിട്ടില്ല. നോക്കാം, നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടോ. വളരെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് മടിയുള്ള ദിവസമാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വയ്യായ്മ കൊണ്ട് ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്ത് റവ കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ റവ കൊണ്ടിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നമ്മുടെ റവയപ്പം, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നമ്മുടെ റവയപ്പം ഇവിടെ
റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടു ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.